ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ നല്ല മനസ്സോ വിശ്വാസമോ നിങ്ങളുടെ പ്രശസ്തിയോ നിങ്ങളുടെ കഴിവോ കണ്ടിട്ട് അല്ലെങ്കിൽ അത് കരുവാക്കി നിങ്ങളെ ചവിട്ടി താഴ്ത്തിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ റീഡിംഗ് നിങ്ങളോട് കൂടുതൽ ശക്തമായി സംസാരിച്ചേക്കാം. മാവേലിയെ വരവേൽക്കുന്ന ഈ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുണപാഠം കാർഡ്സ് വഴി നമുക്ക് നോക്കാം. അതിലൂടെ അദ്ദേഹം എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ റീഡിങ്ങിലേക്ക് വന്നിരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ മറ്റൊരാളുടെ പ്രവൃത്തിയാൽ താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അതോടെ തൻ്റെ ഉള്ളിലെ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഒരാളല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളുടെ വില പോലും ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ കാർഡ് പറയുന്നത് ആ സംഭവം നിങ്ങളുടെ ഉള്ളിലെ തീ അണച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ അത് വീണ്ടും കത്തിക്കേണ്ട സമയമാണ്. ഈ റീഡിംഗ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാബലിയുടെ നമുക്കെല്ലാം അറിയുന്ന ഒരു കഥ ഇതിലൂടെ വീണ്ടും പറയുന്നതല്ല. അങ്ങനെ ഒരു സാഹചര്യം, വളരെ പ്രശസ്തനായ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ നാഥനായിരുന്ന ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്തേണ്ടി വന്നതും, എന്നാൽ അദ്ദേഹത്തിന് വർഷാവർഷം തന്റെ പ്രജകളെ കാണാനായിട്ടുള്ള ഒരു അവസരം നിഷേധിക്കാതിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ മൂല്യം എന്നും ഉയർന്നു നിൽക്കുന്നതും നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്നും എന്താണ് നമുക്കുള്ള ഒരു സന്ദേശം എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്.